യൂട്യൂബ് വീഡിയോ തുടങ്ങാൻ പ്ലാൻ. ഞാനും ഇവളും കൂടെ. ഇൻട്രൊഡക്ഷൻ എന്താ പറയുന്നത് അറിയില്ല. 4 ഫോളോവേഴ്സിന് വെച്ച് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഫസ്റ്റ് നമുക്ക് ഓഫീസിനെ പറ്റി തുടങ്ങിയാലോ. 1 ഇയറായിട്ട് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഏത് ഓഫീസ് എന്താ ഓഫീസ്. 1 ഇയറായിട്ട് ഞാനിവിടെ അനുഭവിച്ച യാതനകളും കൊളീഗ്സിൻ്റെ എന്താ പറയുക വേദിക എന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്ത ഒരേ ഒരാൾ അല്ലേ. എന്ത് കാണിച്ച് മോട്ടിവേറ്റ് ചെയ്തത്? ദിയ കൃഷ്ണന്റെ വരുമാനം. ഓക്കെ, അപ്പം എന്നെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മൾ ഈ അടുത്ത് വന്നതല്ലേ, അപ്പം എന്നെ പറ്റി എന്താ പറയാനുള്ളത്? എന്താ പറയണ്ടേ? നല്ലത് പറയൂ. കുറച്ച് പൊക്കി പറയാനോ? ഉള്ളത് പറഞ്ഞു. പൊക്കി പറയണ്ടേ? അന്ന പൊക്കി പറഞ്ഞു. എടുക്കട്ടെ. അങ്ങനെ നല്ല ഇന്റലക്ച്വൽ അല്ലടാ ആ സംഭവം. എനിക്ക് പറയാറില്ല. ആ സംഭവത്തിന്റെ ഫണ്ണുള്ള മാത്രമേ ചളി മാത്രമേ അടിക്കുള്ളൂ അല്ലേ. കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള കുറച്ച് സ്റ്റാൻഡേർഡ്, അതായത് ലോ സ്റ്റാൻഡേർഡ് അല്ലേ. അതിപ്പോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണോ അതനുസരിച്ച് നമ്മൾ കോമഡി പറയും. എന്തൊരു പരസ്യമാണ്, അഡ്വർടൈസ്മെന്റ് ആണോ? ഫോർ മോർ കോമഡീസ് കോൺടാക്ട് വേദിക നായർ. 6 വേണ്ടായിരുന്നല്ലേ, 4 മതിയായിരുന്നു. 1 ഇയറായിട്ട് എന്നെ അറിയാം അല്ലേ. പറ എന്നെ പറ്റുള്ള അഭിപ്രായങ്ങൾ എന്താ? എന്താ സേറനെ കുറിച്ച് പറയുകയാണെങ്കിൽ സേറ അടിപൊളിയാണ്. സേറ ഭയങ്കര ഫണ്ണിയാണ്. അതുപോലെ ഭയങ്കര ഇമ്മച്ചുവറാണ്. അതിനോട് പറയേണ്ട ആവശ്യം എന്താണ്? പിന്നെ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. പൊക്കി പറയണം. സേറ പറയുകയാണെങ്കിൽ സേറ ഓളിനോളാണ്. എല്ലായിടത്തും ഓടി നടക്കുന്ന ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. അവിടെ ഇവിടെ എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി എല്ലായിടത്തും ഉണ്ടാവും. സേറാന്ന് ഇവിടെ വിളിച്ചെങ്കിൽ അപ്പുറത്ത് സേറ എന്തോന്ന് വിളിയേക്കും. പിന്നെ സേറ എൻ്റെ കിഡാണ്. അക്ഷയ് ജോല എന്നെ പറ്റി എന്താ പറയാനുള്ളത്? നീ ഇവിടുന്ന് പോകണം. പറ എന്നെ പറ്റി ഇത് പറയാനുള്ളത്. വർക്കാ ഓഫീസിലേക്ക് പറയാം. ഞാൻ അവിടെ വന്നിട്ട് 1 ഇയർ ആയില്ലല്ലോ. സേറ സോണി വളരെ വർക്കിനോട് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആളാണ്. വർക്കിന് വേണ്ടി എന്തും ചെയ്യാൻ വളരെ തയ്യാറായിട്ടുള്ള അങ്ങനെ എന്തും ചെയ്യല്ല. വർക്കിൽ ഡെഡിക്കേറ്റഡ് ആണ്. ചില മറവിയൊക്കെ ഉണ്ട്. അത് കുറച്ച് ശരിയായിക്കോളും. പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തെറിച്ച് നടക്കുന്ന ഇവിടെ എല്ലാവരുമായിട്ട് കമ്പനിയുള്ള ഒരാളാണ് സേറ സോണി. ഓക്കെ അതന്നെ സേറ ഇനി കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ. കൂടുതൽ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണേ. ഒരു വർഷം സ്പൈഡർ വർക്സിൽ ചെയ്യുമ്പോൾ സേറയ്ക്ക് എല്ലാവിധ മംഗളാശംസകളും നേർന്നോളുന്നു. താങ്ക് യു മിസ്റ്റർ അക്ഷയ് ജോയൽ ഫ്രം ഇരിട്ടി. ഏറെക്കുറെ ഒരുമിച്ച് ജോയിൻ ചെയ്തല്ലേ. എന്താ പറയാനുള്ളത്? ആസ് എ ഡിസൈനർ, സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ആയതുകൊണ്ട് പിന്നെ എന്താ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്? നീ കാരണം എന്താ ചീത്ത ഞാൻ കണ്ടിട്ടുണ്ട് ക്ലയൻസിന് ക്രിയേറ്റീവ് പെൻഡിങ്സ് ഒക്കെ ആയിട്ട്. പറ എന്താ പറയാനുള്ളത്? എന്നെ പറ്റി എന്താ പറയാനുള്ളത്? നല്ലൊരു കൊച്ചാണ്. ഒക്കെ പറ. നല്ലൊരു കൊച്ചാണ്. കുറെ കഴിവുകളുണ്ട്. കഴിവേറിയാണ് ഞാനൊക്കെ. പിന്നെന്താ പറയാനുള്ളത്? അടിപൊളിയാണല്ലേ. ഹായ് നിവേദ് കൃഷ്ണ. ലൈൻ കെട്ടൊക്കെ ഓക്കെ. 1 ഇയർ ആയല്ലേ ഞാനിവിടെ. അപ്പം എന്നെ കുറിച്ച് എന്താ പറയാ? എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയരുത്. ചിലപ്പോ യൂട്യൂബിലൊക്കെ ഒരാളാ. നല്ല വൃത്തിയിലൊരാ. എത്ര വർഷമായി താങ്കളോട്? 6 വർഷം. ഇല്ലല്ല. ഓക്കെ, അപ്പം 1 ഇയർ ആയിട്ട് ഞാൻ ഇവിടെ അടിപൊളിയാണ്. ഓൾ ഇൻ ഓൾ ആണ്. ഇവിടുത്തെ ഏറ്റവും വലിയ കഴിവുള്ള അങ്ങനൊന്നും പറയരുത്. പുറത്തു പോണതാ. യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ അങ്ങനെ പൊക്കി പറഞ്ഞല്ലോ. അഭാജ്യമായ ഘടകമാണ്. അത് മലയാളത്തിൽ പറയൂ. അഭാജ്യമായി ഘടകം. ഇത് ഒരു നിവേദ്. ഇവിടെ വേറൊരു നിവേദ് ഉണ്ട്. കൊച്ച് നിവേദ് കൃഷ്ണ. കുറച്ച് ഇറങ്ങി. ഓക്കെ, പറ എന്നെ പറ്റി എന്താ പറയാനുള്ളത്? പറ. സേറിനെ പറ്റി പറയുകയാണെങ്കിൽ സേറിന്റെ ഹൈറ്റ് ഒഴികെ ബാക്കിയെല്ലാം കുറച്ച് ഓവറാണ്. ഹൈറ്റ് മാത്രം കൊടുത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ഹൈറ്റ് വേണ്ട. നീ കീഴ്മേല് മറിച്ച അതുകൊണ്ട്
ഓക്കെ ഓക്കെ ഞാനൊരു 1 ഇയർ ആയി അല്ലേ? നമ്മൾ 1 ഇയർ ആയി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ അപ്പൊ എന്നെ പറ്റി എന്താ താങ്കൾക്ക് പറയാനുള്ളത്? സാറ ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞ. സാർ ഇവിടെ വരുമ്പോ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ പിന്നെ ഭയങ്കര വളിപ്പാണ്. പിന്നെന്ത് ഇതൊക്കെയുള്ളു. ഇതെന്തിന്റെ യൂട്യൂബിൽ വരും. നീ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീഡിയോ ചിലപ്പോ തുടങ്ങുവാണെങ്കിൽ കൊച്ചു കുരിപ്പ് ഇതൊന്നും പുറത്തു പറയാൻ പാടില്ല. പുറത്ത് പറയാൻ പാടില്ല. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. അങ്ങനെയാണ് നാട്ടുകാർ പറയുന്നെങ്കിലും അടിപൊളിയാണ് ഞാൻ. അടിപൊളിയാണ്. ഒരു കൊച്ചു കുരിപ്പാണ്. സൂപ്പറാണ്. വേറെ ലെവലാണ്. ഹൈ എനർജി ലെവലുള്ള ഒരു കുട്ടിയാണ്. ഇതെന്റെ വിജയം. വേറെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ബുദ്ധിമുട്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. നിന്നെ കുറിച്ച് എന്നെ കുറിച്ച് കഴിവില്ല. നല്ല പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. വേറെ നല്ല പറയും. തുറന്നു പറയും. മനസ്സുറന്ന് പറയും. കുഴപ്പമില്ല. നല്ല വർക്കറും എല്ലാവർക്കും ഉയരങ്ങളിലെത്തും. അതെ. ഏത് കാര്യങ്ങൾ വളരട്ടെ. കഴിവുകളിൽ വളരട്ടെ. ഓക്കെ. ഗുഡ് ലക്ക്. മലാലയുടെ ക്രിയേറ്റ് ചെയ്ത് തരും. മറ്റൊന്ന് പോസ്റ്റ് ചെയ്യാനുള്ളതാ. യൂട്യൂബില് അയ്യോ എന്നെ പറ്റി എന്താ പറയാനുള്ളത്? സ്റ്റെഫി ജോസഫ് എന്നെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉറക്കെ പറയണേ. അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. എന്തെങ്കിലും പറ. ഞാൻ നല്ല അടിപൊളിയാണ്. പറ എന്തെങ്കിലും പറ. ഭയങ്കര ശല്യോ അങ്ങനൊന്നും പറയാതെ യൂട്യൂബ് വരണ പറ. സത്യം ഭയങ്കര ശല്യാണ്. ഓക്കെ ലൈൻ കട്ട്. ഹായ് രേഷി എന്നെ പറ്റി എന്താ പറയാനുള്ളത്? എന്നെ പറ്റി എന്താ പറയാനുള്ളത്? പറയാൻ വാക്കുകളില്ല. അത്ര അടിപൊളിയാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഞാൻ ഒരുമിച്ച് വർക്ക് ഇടയ്ക്ക് അറിയാത്ത പോലെ ഇവിടെ ഒരു മതിൽ വന്ന പോലെ മൈൻഡാക്കാതിരിക്കും. അതെ കിളി പോയിട്ടിരിക്കും. അതെ ഞങ്ങൾ അമ്മയെ കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ കുറച്ച് ഉറക്കെ പറയും. നല്ല അഭിപ്രായം മാത്രം ഉറക്കെ പറയും. വളരെ മോശം അഭിപ്രായം. നല്ല അഭിപ്രായം. നല്ലത് അടിപൊളിയാണ്. നല്ല ഹെയർ സ്റ്റൈലൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രീക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ വൈകാട് സീനാണ്. പറ അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രേ ഉള്ളൂ. പിന്നെ അവള് പറ സേറ അടിപൊളിയാണ്. സേറ നീ തന്നെ ഇങ്ങനെ വെറുപ്പിക്കുന്നുണ്ട്. സത്യസന്ധമായ ഇതല്ലേ വേണ്ടത്. ഓക്കെ ഇത് ഇവള് പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണ്. ഞാനിതിലാരല്ല അല്ല. ഇനിയൊന്നും പറയണ്ട. ഇൻസി എന്നെ പറ്റി എന്താ പറയാനുള്ളത്? തന്റെ നല്ല എടുത്തല്ലേ വാർച്ചിട്ട്. എനിക്ക് വാക്ക് കിട്ടുന്നില്ല സേറ. വാക്കുകൾ കൊണ്ട് പോലും വർണ്ണിക്കാൻ പറ്റുന്നില്ല. സേറ വളരെ നല്ല അടിപൊളിയാണ് കുട്ടിയാണ്. സേറ കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടിയാണ്. നന്നായിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു കുട്ടിയാണ്. സേറനെ പറ്റി പറയുകയാണെങ്കിൽ ആൾക്ക് സേറിനെ പറ്റി ഒരു കംപ്ലൈൻസും ഇല്ല. ഒരു സ്ഥലത്ത് ഇരുത്തി അവിടെ ഇരുന്നങ്ങ് പണിയെടുക്കും. അയ്യോ മറന്നുപോയി. സത്യമല്ലേ പറയുന്നത്? ഓർത്തില്ല. കുഴപ്പമില്ല. അതെ ഞാൻ 4th ഫ്ലോർ എത്തി. പൊക്കം വേണം. നിന്റെ ഈ കുഞ്ഞു പൊക്കം നല്ലത്. അയ്യോ ഇത് കട്ടേക്കാരാ. ഓക്കെ അപ്പൊ ഞാൻ അടിപൊളിയാണ്. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞ
ഓക്കെ ബാക്കി പറയും. എവിടെ വരെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് പണിയെടുത്തോളും. അവരാരെയും ഡിസ്റ്റർബ് ചെയ്യില്ല. കുട്ടിയുടെ പണി മാത്രം കുട്ടി നോക്കുള്ളൂ. ഓടി നടക്കില്ല. ഭക്ഷണം പോലും കഴിക്കാണ്ടിരുന്ന് പണിയെടുക്കും. ചേരാന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് അവിടെ എത്തിക്കോളും. ഇതാര് പറഞ്ഞോട്? ആര് പറഞ്ഞു ഇതന്നെ എല്ലാവർക്കും ഇതൊക്കെ എന്താണ് പറയാനുള്ളൂ. ഈ ഓഫീസിൽ ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് എംപ്ലോയി പറഞ്ഞ് മന്ത്ലി അവാർഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ചേർക്കാൻ തന്നെ കിട്ടും. താങ്ക് യു. എന്ത് ബെസ്റ്റ് അതുകൊണ്ട് കാരണം എല്ലാ മാസം നിനക്ക് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ സങ്കടാവല്ലേ? ഞാൻ കൂടി അത് മാത്രം മതി. ബാക്കി എല്ലാവരും എന്ത് ചെയ്യും? പിന്നെ നിന്റെ പാത്ത് ഫോളോ ചെയ്യണം. നിന്നെപ്പോലെ എന്തായാലും ആർക്കും ആവാൻ പറ്റില്ലല്ലോ. നിന്നെപ്പോലെ നീ മാത്രമല്ലേ സിംഗിൾ പീസ് കണ്ടന്റ് എടുത്തൂടെ? എന്റെ ആകേഷ് കേട്ടാലേ എനിക്ക് പ്രശ്നമാ. ഇത് ഞാൻ കട്ടി സേറക്ക് പ്രായമായി വരികയാണ്. അപ്പോൾ പുറത്തിറങ്ങി സ്പൈഡർ റോക്സ് നിറഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഉചിതമായ കല്യാണ ആലോചനകൾ നല്ല വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, കാര്യമില്ല വെറുതെ. സോ ആരെയും ഒരാൾ സേറക്ക് വേണ്ടി ജീവിതം കൊടുക്കണം. അത് അവസാനം ഡിസ്ക്ലൈമർ ആയിട്ട് വെച്ചാൽ മതി. കമന്റ് ഇടണേ. നിവേദ് കൊച്ച് ഫ്രം ഇരിട്ടിയിലെ കണ്ണൂർ ജില്ലയിൽ നിന്നും സുന്ദരികളായ യുവതികളെ അവൻ ക്ഷണിക്കുന്നു. എന്ത് ക്ഷണിക്കുന്നു? ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഓ സോറി. അപ്പം അവർക്കും താല്പര്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തോ. എന്താ ഇൻസ്റ്റയിൽ നിങ്ങളുടെ നിവേദ് കൃഷ്ണ _3 വീക്ക് വരും 3 ക്രിയേറ്റീവ് എവിടെ എപ്പോ തരും? അത് ലൈക്ക് ഇറ്റ്